ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി വന്നിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു ബോട്ടിലാണ് എടുത്തത്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ വെച്ചത് നിങ്ങൾക്ക് എന്തിൻ്റെ ബോട്ടിലാണെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് എളുപ്പമാവുമല്ലോ ബോട്ടിൽ സെലക്ട് ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്ത് ഞാനൊരു സ്വാനിൻ്റെ ഹെഡ് വരച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വരയ്ക്കാൻ അറിയാത്തവർ പെൻസിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് വരച്ചതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. പെൻസിൽ വെച്ചിട്ട് വരച്ചതിന് ശേഷം സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഒന്നും കൂടെ അങ്ങനെ വരയ്ക്കാം. ആദ്യം തന്നെ സ്കെച്ച് പെന്ന് വെച്ച് വരച്ച് കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ മായ്ക്കാനും പെൻസിലിനേക്കാളും ബുദ്ധിമുട്ടല്ലേ. പെൻസിൽ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇറേസർ വെച്ചിട്ട് തന്നെ മായ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഇതേപോലെയും ബാക്ക് സൈഡിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കേട്ടോ വരയ്ക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വരച്ച ഭാഗത്തുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ഒരു നൈഫ് യൂസ് ചെയ്തിട്ടാകുമ്പോൾ സംഭവം നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ ഇതേ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരച്ചതിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങ് ശരിയാക്കി കൊടുത്താൽ മതി. ഇനി അടുത്ത പണി എന്താ വെച്ചാൽ ഈ സ്കെച്ച് പെന്ന് വെച്ച് വരച്ചതൊക്കെ നമുക്ക് നല്ല പോലെ ഒന്ന് മായ്ച്ചു കൊടുക്കാം. ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ എല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല വെളുത്ത കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വാനിൻ്റെ കണ്ണ് വരച്ചു കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പെർമനൻറ്റ് മാർക്കറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ഡാർക്ക് ഗ്രേ ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബ്ലാക്ക് മാർക്കർ നോക്കിയപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഡാർക്ക് ഗ്രേ വെച്ചിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രേ ആയതുകൊണ്ട് 1-2 പ്രാവശ്യം ഇങ്ങനെ മുകളിലൂടെ വരച്ചപ്പോൾ ഒരു ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്നിങ്ങനെ ഡാർക്ക് ആക്കി കൊടുക്കാം. അതേപോലെ ചിറകിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്നും കൂടി വരയ്ക്കാം. ഇനി ഇതിൻ്റെ ഈ കൊക്കിൻ്റെ ഭാഗത്ത് ഞാൻ ഓറഞ്ച് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് മാർക്കർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പെയിൻറ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പെയിൻറ് ചെയ്യാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മാർക്കർ വെച്ച് ചെയ്യുന്നത്. മാർക്കർ വെച്ചിട്ടാകുമ്പോൾ സംഭവം എളുപ്പമാണ്, പെയിൻറ്റിൻ്റെ അത്രയും പണിയില്ല. അപ്പോൾ ഇതേപോലെ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്വാൻ്റെ ലുക്കൊക്കെ വന്നില്ലേ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ വരയ്ക്കാം. എന്നാലല്ലേ നമ്മുടെ ബോട്ടിൽ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്വാനിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും സെയിം തന്നെ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എളുപ്പമാണ് കേട്ടോ. ഈ ഫ്രണ്ട് സൈഡിലുള്ളതിൻ്റെ ഒരു ഷാഡോ അങ്ങനെ ബാക്കിലോട്ടും കാണാൻ പറ്റും. അപ്പോൾ അതിൽ കൂടെ അങ്ങ് വരച്ചാൽ മതി കേട്ടോ, എളുപ്പമാണ് വരയ്ക്കാൻ. ഇപ്പോൾ നമ്മുടെ കട്ടിങ്ങും കളറിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയൊരു പണി കൂടെ ഉള്ളൂ കേട്ടോ. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ ഇതൊരു പോട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു ത്രെഡ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു കവറിൻ്റെ ത്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ത്രെഡ് ഇട്ട് കൊടുത്താൽ എവിടെയെങ്കിലും നമുക്കിത് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വാട്ടർ പ്ലാന്റ്സ് വെക്കണമെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് വെക്കാം. ഇനി ലൈഫ് പ്ലാന്റ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 രീതിയിലും ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാനിത് ഇത്രയും നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വേറെ മോഡൽസൊക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ. താങ്ക്